ഈ കയറുന്ന വഴികളൊക്കെ അന്യായ പാടാ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് തെറ്റിയാ തീർന്ന്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും മറ്റൊരു ട്രാവൽ വ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം ഇന്ന് ഈ ഒരു ട്രാവൽ വ്ലോഗിലൂടെ സക്സസ് ആകാൻ പോവാ. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫ്രെയിമുകൾ നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി പാരഗ്ലൈഡിങ് കംപ്ലീറ്റ് ചെയ്തതാണ്, പിന്നെ ബങ്കി കംപ്ലീറ്റ് ചെയ്തതാണ്, പിന്നെ റിവർ റാഫ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലിനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു 2 അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. ഇത് സ്കൈ ഡൈവിങ്, ഇത് പിന്നെ ട്രക്കിങ്. അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് മഹാരാഷ്ട്രയിലുള്ള ജീവിതാൻ ഫോർട്ടിലോട്ട് ഇന്ന് ഒറ്റയ്ക്ക് പോകാൻ പോവുകയാണ്. ഇതെന്റെ ആദ്യത്തെ സോളോ ട്രാവലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. സത്യം പറഞ്ഞാൽ പേടിയും കുറച്ചുണ്ട്, പക്ഷെ എന്നാലും അതെല്ലാം തരണം ചെയ്ത് പോസിറ്റീവ് മൈൻഡ് മാത്രം മുന്നോട്ട് ചിന്തിച്ച് ഞാൻ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് മുഴുവൻ എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ മമ്മി ടാറ്റ, പോയിട്ട് വരാം, ബൈ. എനിക്ക് ആലുവയിൽ നിന്നാണ് ട്രെയിൻ, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഇറങ്ങണം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വരും, നേരെ ബസ് സ്റ്റോപ്പിൽ പോകണം. അവിടെ നിന്ന് ബസ്സിന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഗൈസ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് 1/4 മണിക്കൂറുണ്ട് ട്രെയിൻ വരാനായിട്ട്. നമുക്ക് അതിന് മുന്നേ ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നതെന്ന് നോക്കണം. ഗൈസ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3 കൺഫേംഡ്. എൻ്റെ ബോഡി S4 31ാമത്തെ സീറ്റ് എനിക്ക് കിട്ടിയാണ്. നമ്മ തമ്പി വന്നിട്ടാക്കടാ. ശിവനാഥ് ഫോർട്ടിന് മലയിൽ ട്രക്കിങ്ങിന് അഡ്വഞ്ചറിന് പോകുന്ന ടോണി കുക്കുവിന് എൻ്റെ വകയും എൻ്റെ ഫാമിലിയുടെ വകയും എൻ്റെ കൂട്ടുകാരുടെ വകയും ആശംസകൾ നേരുന്നു. പോയിട്ട് അടിപൊളിയായിട്ട് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചെറിയ സമ്മാനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. താങ്ക് യു ഗൈസ്. ഗോപ്രോ കേട്ടോ, വെറുതെ അല്ല, ഇത് തിരിച്ചുടക്കേണ്ട സാരാ അളിയ. ലൈഫിൽ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള യാത്ര വലിയ കുഴപ്പമില്ലാണ്ട് പോകണം, പക്ഷെ ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. സംസാരിച്ചിരിക്കാനൊന്നും ആരുമില്ല. പിന്നെന്താ, എൻ്റെ കൂടെ ഉണ്ടെന്ന് വേറെ ചേട്ടൻ ചേട്ടൻ കുറച്ചൊന്നും ഇറങ്ങിപ്പോയി. അപ്പം ഇങ്ങനെയൊക്കെയാണ് പോണേ. ഇപ്പം നാളെ 10:30 വരെ നമുക്ക് ഇങ്ങനെ ഇരിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ എന്താണ് ഇനി അവിടെ വെച്ചിട്ട് കാണാം. ഇനി വരുമോ നോക്കാം, ആരെങ്കിലും കമ്പനിക്ക് വരുമോ എന്ന് നോക്കാം. ട്രെയിനായതുകൊണ്ട് സൗണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും ഞാൻ ഒരു കാഴ്ചയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പയ്യെ ഫുഡൊക്കെ കഴിച്ച് നാളെ എങ്ങനെ എത്തിക്കണം, എന്നിട്ട് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ. യാത്രയുടെ 2ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. നമുക്കിന്ന് പൂനെയിൽ രാത്രി 10:20 എത്തുമെന്ന് ഓൺലൈൻ കാണിക്കണം. എൻ്റെ ഡിലേ എന്തിനുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ട്രക്കിംഗ് ചെയ്യാനുള്ള സ്പോട്ടിലോട്ട് പോകണമെങ്കിൽ അവിടുത്തെ ഒരു ബസ് പ്രൊവൈഡ് ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് 11 മണിയാകുമ്പോൾ എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ട്രെയിൻ ഡിലേ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ കറക്റ്റ് സമയത്ത് പറ്റത്തില്ല. നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് നാളെ ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. ട്രെയിൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ചത്തെ ട്രക്കിംഗ് ചെയ്യാം. ഇതാണ് നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ. ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എത്തിയ സമയം വൈകി, അതുകൊണ്ട് ബസ് കടന്നുപോയി. എൻ്റെ മച്ചന്മാരെ ഒന്നും പറയണ്ട, ഞാനിവിടെ എങ്ങനെയാണ് ഇപ്പം എത്തിപ്പെട്ടത് എനിക്കൊരു പിടിയില്ല. കാരണം നമ്മുടെ ട്രെയിൻ ആകെ ഫുൾ ഡിലേ ആയിരുന്നു. എന്നിട്ട് നമ്മുടെ ബസ്സെല്ലാം പോയി. എനിക്ക് നാളെയാണ് ട്രക്കിങ്. അപ്പോൾ എനിക്ക് എത്തിപ്പെടേണ്ട എങ്ങനെയാണെന്നൊരു പിടുത്തുണ്ടായില്ല. എന്തോ ദൈവം കൊണ്ട് എത്തിച്ചാന്ന് തോന്നുന്നു. ഈ ചേട്ടന്മാർ നേരെ അങ്ങോട്ടേക്കാണ്. ഇവരാണ് നമ്മുടെ ആ ഒരു ലൊക്കേഷനിൽ ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഇവരെ കണ്ടുമുട്ടിയോണ്ട് എനിക്ക് നാളെ ട്രക്ക് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ റിട്ടേൺ ടിക്കറ്റും കാരണം എല്ലാം എനിക്ക് ചേഞ്ച് ചെയ്ത് ആകെ പണിയായി പോയേനെ. എന്തായാലും എനിക്ക് ഭാഗ്യമുണ്ട്. എന്താണെങ്കിലും ഞാൻ ഈ ചേട്ടന്മാരുടെ ട്രാവലിംഗ് 120 കിലോമീറ്റർ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ബസ് പോയതിൻ്റെ സങ്കടത്തിൽ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ചേട്ടന്മാരത് എനിക്ക് വിശക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സൈഡ് ഒതുക്കുന്നത്. നല്ല സ്നേഹമുള്ള ചേട്ടന്മാരാട്ടോ. എന്താണെങ്കിലും കിട്ടിയ കമ്പനി കൊള്ളാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലുള്ള ജീവിതാൻ ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിന്നൊരു 4:15 ഇവിടെ എത്തി. എന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വീട്ടിലാണ് താമസിച്ചത്. എല്ലാവരും കൂടിയിട്ട് ഇവിടെ താമസിച്ചത്. ഇനിയൊരു 6 മണി 6:15 ട്രക്കിങ് സ്റ്റാർട്ടാക്കണം. പിന്നെ കുറച്ച് പേരുടെ ഉണ്ട്, അവരൊക്കെ എത്താനുണ്ട്. അവരൊക്കെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇതേ കാണുന്ന മല. എൻ്റെ ബാക്കിലാണ്. അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ സമയം 5:30. 2-3 മണിക്ക് എഴുന്നേറ്റിട്ടുള്ളൂ. നമ്മളിത് പുതിയൊരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം ഉറക്കം കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു വൈബ് നമ്മൾ എൻജോയ് ചെയ്യണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ.
പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാവുന്ന ചേട്ടന്മാർ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സമയത്ത് ചെറിയതായിട്ട് വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മളിന്നലെ 2 മണിക്കൂർ കിടന്ന വീട് ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. भैया गाना का नाम क्या है? क्या गाना का नाम क्या है? पोहा. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന മഹാരാഷ്ട്ര സ്പെഷ്യൽ ഫുഡ്. ഗൈസ്, അങ്ങനെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ ദേ കാണുന്ന മല കയറാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൽ നിന്നുള്ളവരൊക്കെ ഇത്രേ ആളുകളാണ്. മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം. ഗൈസ്, അങ്ങനെ ഹാർനസ് എല്ലാം കിട്ടി. സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ മാത്രമല്ലോ മലയാളിയായിട്ട്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പോൾ ടോട്ടൽ ഒരു 50-55 ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇത്ര ആൾക്കാരെ പ്രതീക്ഷയില്ല. ലേഡീസായിട്ടൊരു 3-4 പേരുണ്ട്, ബാക്കി മൊത്തം ബോയ്സാണ്. എന്താണ് ഈ ഒരു ട്രക്കിംഗ് അടിപൊളിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം. രാവിലെ 6:15 ഞങ്ങളങ്ങനെ യാത്ര ആരംഭിച്ചു. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ജീവദാൻ ഫോർട്ട് ട്രക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ചെന്നതിന് ശേഷം നേരെ വാനലിംഗി പിനാക്കിളിലേക്ക് സിപ്പ് ലൈൻ വഴിയും അവിടുന്ന് തന്നെ പിനാക്കിളിൽ നിന്ന് റാപ്ലിൻ ചെയ്ത് താഴേക്ക് എത്തുന്നത്. നമ്മുടെ മലയിലോട്ടുള്ള വഴി ഇതാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സാ. സേ ഹായ്. ഓ, ഇവിടുത്തെ എല്ലാ കാഴ്ച അടിപൊളി. ആദ്യത്തെ കയറ്റം കയറാനായിട്ട് നമ്മൾ പോവാ. നമുക്ക് മാത്രം വീഡിയോ എടുക്കാൻ കാര്യമില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കൈ പിടിച്ച് ഇങ്ങനെയാണ് കയറും. മൈ ഗോഡ്, ഇത് നേരിട്ട് വന്ന് കാണണ്ട ലൊക്കേഷനാ മക്കളെ. എൻ്റെ മോനെ വ്യൂ. किती टाइम लागला? Yeah, I can see staircase. Yes, we are going to use that turn. Yeah, I can see staircase. That's where the little bit. चलो say hi. Say hi. Say hi. Hello. Hi group photo. Bro, say hi. Hi. Say hi. 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 Hello. Everyone say hi. മോനെ, ഇതൊക്കെ കാണാണ്ട് പോയി കഴിഞ്ഞാട്ടല്ലോ ഭയങ്കര മിസ്സിങ്ങാ. നമ്മൾ സ്ട്രേഞ്ചേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അടിപൊളി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഒറ്റയ്ക്ക് വരുന്നതും ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സായിട്ട് കമ്പനി അടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകുന്നതും ആദ്യമായിട്ടോ. ഇപ്പം ഇതുപോലുള്ള ചെറിയ ഇടുങ്ങിയ വഴി കൂടി അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കണേ. സത്യം പറഞ്ഞ ഈ ഒരു ട്രിപ്പിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാനെ. എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ക്ഷമ എന്നൊരു സാധനമില്ല. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡായി പോയി എനിക്ക്. ഇതുപോലെ കുത്തനെ കയറ്റാ. ആരെങ്കിലും ഒരു കല്ല് കാലി തട്ടി നേരം വന്നു കഴിഞ്ഞാൽ അത് നിൽക്കൂല. ആരെങ്കിലൊക്കെ മേത്തിടിച്ചാൽ നിൽക്കൂല ആ കല്ല്. അതേ വന്നു. ഇനി അങ്ങോട്ടേക്ക് സ്റ്റെപ്പ്. വാവ്, സൂപ്പർ. വ്യൂ എക്സ്ട്രീം ലെവലാണ്. ശരിക്കും അഡ്വഞ്ചർ നിറഞ്ഞൊരു വഴി തന്നെ. പേടിയില്ലാത്തവർക്ക് മാത്രം വരാൻ പറ്റുന്ന വഴി. ഹൈറ്റിനോട് പേടി ഉണ്ടാവരുത്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനോട് പേടി ഉണ്ടാവരുത്.
ഏകദേശം നമ്മൾ ഒരു ഹാഫോളം കയറിയിട്ടുണ്ടല്ലേ, ഹാഫോളം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. പക്ഷേ വലിയ മടുപ്പൊന്നുമില്ല, എൻജോയ് ചെയ്ത് കയറി കഴിഞ്ഞാൽ നോ സീൻ. ഈ നടക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പിന്നെ ദേ താഴെ കാണാം. ഇവിടെ ശരിക്കും താഴത്തൊക്കെ രണ്ട് കൈ രണ്ട് കാലും യൂസ് ചെയ്ത് കയറേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ രണ്ട് കൈ രണ്ട് കാലും യൂസ് ചെയ്ത് കയറേണ്ട കയറ്റങ്ങളാണ്. പക്ഷെ നമ്മൾ കയറുന്നത് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഒറ്റ കൈയും രണ്ട് കാലും. ഇതുണ്ടോ എന്തുമാത്രം റിസ്ക് പിടിച്ച വഴിയാന്ന് നോക്കി. ചലോ ഇതുണ്ടോ, കാലൊന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ പോയി, കല്ലിട്ട് കഴിഞ്ഞാൽ ദേ പോയി. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല ഡേഞ്ചർ ഏരിയ ഇത്. ഇപ്പോൾ വെയിൽ അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നല്ല തലവേദനയ്ക്ക് ചാൻസ് വളരെ കൂടുതലാണ്. ഇതുണ്ടോ, ഇനി കുറച്ച് സ്ഥലത്തേക്ക് ഇതുപോലെ സ്റ്റെപ്പാണ്, നമുക്കിതുപോലെ ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നടക്കാം. എല്ലാവരും താഴെയാണ്, നമ്മൾ പിന്നെ ആ ഒരു ഫ്ലോയിലങ്ങ് വ്ളോഗ് എടുത്ത് നടക്കുക. അതുകൊണ്ടാണ് തോന്നുന്നു മടുപ്പ് തോന്നാത്തേ. പക്ഷെ കിതക്കുണ്ട്, പക്ഷെ ഇരിക്കാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ഇതുണ്ടേ ഗൈസ്, നോക്കൂ എൻ്റെ പുറകിലുള്ള വ്യൂസ്. ഇതിൽ കൂടെ എങ്ങനെ കയറും? ഈ ഒരു വഴിയുണ്ടല്ലോ. ഇതുണ്ടോ, ഇതാണ് വഴി. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാലോട്ടി, ഇതുണ്ടോ ഇതാണ് വഴി. കുത്തനെ കയറ്റം, കുത്തനെ കയറ്റം, കുത്തനെ ഇറക്കം. ഇതൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അയ്യോ, കയറാൻ പറ്റില്ല. അടിപൊളി മക്കളെ, അടിപൊളി. വേണ്ട, നമ്മുടെ ടീം മെമ്പേഴ്സ് ഇതവിടെ എത്തി. ഇവിടെയൊക്കെ സൂക്ഷിച്ചും കണ്ട് ശരിക്കും കയറി പോകണം. ഇത്രയും ഹൈറ്റിലേക്കാ സ്റ്റെപ്പ്. ഉയ്യിലസ ഉയ്യിലസ. കണ്ടില്ലേ, ഇവിടെ എങ്ങനെ കയറുമാവോ? ഇതുകൊണ്ട് ഇതെങ്ങനെ കയറും? ഇതാണ് ഹൈറ്റ്. ഇതിൽ സൂക്ഷിച്ച് കയറുകയാണെങ്കിൽ ഇവിടെ പിടിക്കുക, ജസ്റ്റ് ഇവിടെ ചവിട്ടുക, പിടിക്കുക. ഇപ്പം ഞാൻ കയറി വന്ന 90 ഡിഗ്രി സ്റ്റെപ്പ് ഇതാ താഴേക്ക്, അത്രയും വലിയ കൊക്ക. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറയണം. ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന പാർട്ടിയുടെ നമ്പർ തരാം. പുള്ളിയുടെ പേര് സച്ചിൻ എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഒന്നിട്ടേക്കാം, അല്ലെങ്കിൽ DM അയച്ചാൽ മതി. അടിപൊളി അടിപൊളി. നല്ലൊരു വാമപ്പും കൂടിയാണ് കേട്ടോ. ബോഡി ഫുള്ളായിട്ടൊന്ന് അനങ്ങിക്കോളും. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് കയറി പിടിച്ച് കയറണ്ടേ. This part is very tough. This part? It's like little bit tough. Yeah, it's little slippery, no? Yeah. Come. Yes. Success. Good. Best. കവാടം കഴിഞ്ഞ് നമുക്കിനി ഒരു
മുകളിൽ നിന്നുള്ളൊരു വ്യൂ കാണാം. ഇതിൻ്റെ മുകളിൽ സോഡാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. വാവ്, അടിപൊളി. ഇനി നമുക്ക് സൺഗ്ലാസ് യൂസ് ചെയ്യേണ്ടി വരും, വെയിൽ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തി. I'm scared of heights. നമ്മൾ വന്ന പ്രോട്ടീൻ ബാർ ഫോർ എനർജിക്ക് വേണ്ടിയിട്ടാണ്. ഓ, ഇതിൻ്റെയും കുറേ പോകണ്ട കേട്ടോ. ഞാൻ വിചാരിച്ച് എത്തിക്കാണു. ഫൈനലി അങ്ങനെ നമ്മളിവിടെ റീച്ച് ചെയ്തിരിക്കുന്നു. ഇതിൽ കൂടി നമ്മൾ സിപ്പ് ലൈൻ ചെയ്ത് പോകണേ. ഇതിൻ്റെ താഴേക്ക് കൂടി നമ്മൾ റാപ്ലിങ്ങും ചെയ്യും. അടിപൊളി വ്യൂ, അടിപൊളി വ്യൂ. മേഘമൊക്കെ താഴെ നിൽക്കുക. ചെറിയ തണുപ്പും കുറച്ച് വെയിലും ഉണ്ട്. ചൂടിൻ്റെ ശക്തി ടെമ്പറേച്ചർ കൂടി തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഡ്രോണിൻ്റെ വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് 1000 റുപ്പീസ്. സിപ്പ് ലൈനിൽ കൂടെ പോണതിനും പിന്നെ റാപ്ലിംഗ് ചെയ്യണതിനും സെപ്പറേറ്റ് പേയ്മെൻറ്റാണ്. इंट्रोडक्शन देते हैं, उसके बाद क्या करना है और क्या करना नहीं है ये सब कुछ हम बताएंगे. ओके, तो सबसे पहले यहाँ पे 2 टीम है, एक महाराष्ट्र रेंजर और लिविंग द एडवेंचर. हम सब लोग मिलके यहाँ पे इवेंट ऑर्गेनाइज करते हैं. उसके साथ जो हमारे पास जो TIB का ग्रुप है, उसके पास सैदर संजय है जो Guys, one more chill out. Ready? 5, 6, 7, go. അങ്ങനെ ആക്ടിവിറ്റി ഒക്കെ സ്റ്റാർട്ടായി. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുംബൈയിൽ നിന്ന് ആൾക്കാരാണ്. ഞാൻ പൂനെ സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ട് അവർക്ക് രണ്ടാമത്തെ മുംബൈ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. ക്യാപ്പ് ഉള്ളതുകൊണ്ട് ക്യാപ്പും സൺഗ്ലാസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുടിക്കാൻ വെള്ളമൊക്കെ കിട്ടും കേട്ടോ. നാരങ്ങ വെള്ളം, സർബത്ത്, പിന്നെന്താ കുക്കുംബർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇനി ചെയ്യാൻ പോകുന്ന 2 ആക്ടിവിറ്റികൾ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്താലാണ് എനിക്ക് സമാധാനമുള്ളൂ. അങ്ങനെ അടുത്ത് ഞാനാ ചെയ്യാൻ പോണേ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് 2ഉം ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെങ്കിലും നിങ്ങൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് എക്സ്പീരിയൻസ് എന്തായാലും ചെയ്തേ പറ്റൂ. ഞാൻ എന്താണെങ്കിലും എൻജോയ് ചെയ്തു ഈ 2 അഡ്വഞ്ചർ ആക്ടിവിറ്റീസും. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നണേ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്താണ്, ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നത് അനുഭവിച്ചറിയാൻ പറ്റി. എന്തുകൊണ്ടും റീലൊക്കെ ഇരുന്ന് കാണുന്നതൊക്കെ ഭേദം നമ്മൾ വന്ന് അനുഭവിച്ച എൻ്റെ എക്സ്പീരിയൻസ് അറിയുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നേരിട്ട് വരിക, എൻജോയ് ചെയ്യുക.